ലൈഫിലും കരിയറിലും ഒക്കെ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒരു ബുദ്ധിമാനായിരിക്കേണ്ടത് ആവശ്യമാണോ? നമ്മളിൽ എത്ര പേര് ക്രിസ് ലാങ്കിന്റെ പേര് കേട്ടിട്ടുണ്ട്? സ്റ്റീവ് ജോബ്സിന് ചെറുപ്പത്തിലെ എനിക്ക് ഐഫോൺ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. ഭാര്യയെ കൊണ്ട് ഐൻസ്റ്റൈൻ ഒരു കോൺട്രാക്ട് എഴുതിപ്പിച്ചു, എന്നോട് ഇനി സംസാരിക്കല്ലോ. നിങ്ങളൊരു ജീനിയസ് ആയിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല ലൈഫിൽ. ഐൻസ്റ്റൈനെക്കാട്ടിലും ഇത്രയും വലിയ ബുദ്ധിമാനായിട്ട് ക്രിസ് ലാങ്കൻ ലൈഫിൽ സക്സസ്ഫുൾ ആയിരുന്നു. സക്സസ്ഫുൾ ആയിട്ടുള്ള പലരും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലൈഫിലും കരിയറിലും ഒക്കെ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒരു ബുദ്ധിമാനായിരിക്കേണ്ടത് ആവശ്യമാണോ? ഐൻസ്റ്റൈനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആൽബർട്ട് ഐൻസ്റ്റൈനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഐൻസ്റ്റൈൻ്റെ IQ എത്രയായിരുന്നു? IQ എന്താണെന്ന് നമുക്കറിയാമല്ലോ. IQ എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ആണ്. ഒരാളുടെ ബുദ്ധി നമ്മൾ അളക്കുന്നത് IQ ഉപയോഗിച്ചാണ്. ഐൻസ്റ്റൈൻ്റെ IQ എത്രയായിരുന്നു? നിങ്ങളുടെ IQ 100-ന് താഴെയാണെങ്കിൽ നിങ്ങൾ മെൻ്റലി ചാലഞ്ച്ഡ് ആണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ IQ 100-ൻ്റെയും 110-ൻ്റെ ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂള് പഠിച്ച് പാസ്സാവാം. നിങ്ങളുടെ IQ 110-ൻ്റെയും 115-ൻ്റെ ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് കോളേജും പഠിച്ച് പാസ്സാവാം. നിങ്ങളുടെ IQ 120 ആണെങ്കിൽ നിങ്ങൾക്കൊരു അബവ് ആവറേജ് ഇൻ്റലിജൻസ് ഉണ്ട്. ഐൻസ്റ്റൈൻ്റെ IQ എത്രയായിരുന്നു? ഐൻസ്റ്റൈൻ്റെ IQ 150 ആയിരുന്നു. വിച്ച് മീൻസ് ഐൻസ്റ്റൈൻ വാസ് എ ജീനിയസ്. 150 IQ ഒരിക്കലും ഒരു ചെറിയ IQ അല്ല. പക്ഷേ ഐൻസ്റ്റൈൻ ആയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ. അമേരിക്കയിൽ ഒരു ക്വിസ് ഷോ ഉണ്ട്, 1 vs 100 എന്ന് പറഞ്ഞിട്ട്. ആ ക്വിസ് ഷോയിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ടീമിൽ 100 ആൾക്കാർ, മറ്റേ ടീമിൽ ഒരാൾ. ഈ ഒരാൾ ഈ 100 പേരെയും തോൽപ്പിക്കണം. ഈ ക്വിസ് ഷോയിൽ ഒരിക്കൽ ഒരാൾ വന്നു, ക്രിസ് ലാങ്കൻ എന്ന് പറഞ്ഞിട്ട്. ക്രിസ് ലാങ്കൻ്റെ IQ എത്രയെന്നറിയാമോ? 205. ഐൻസ്റ്റൈനേക്കാൾ 30% കൂടുതൽ ബുദ്ധിമാനായിരുന്നു ക്രിസ് ലാങ്കൻ. പക്ഷേ നമ്മളിൽ എത്ര പേര് ക്രിസ് ലാങ്കൻ്റെ പേര് കേട്ടിട്ടുണ്ട്? ഐൻസ്റ്റൈനെ എല്ലാവർക്കും അറിയാം. ഐൻസ്റ്റൈൻ വേൾഡ് ഫേമസ് ആണ്. ഏത് കുട്ടീനോട് ചോദിച്ചാലും ഐൻസ്റ്റൈൻ ആരാന്നറിയാം. ഐൻസ്റ്റൈനെക്കാട്ടിലും ഇത്രയും വലിയ ബുദ്ധിമാനായിട്ട് ക്രിസ് ലാങ്കൻ ലൈഫിൽ സക്സസ്ഫുൾ ആയിരുന്നോ? അല്ല. ക്രിസ് ലാങ്കൻ തൻ്റെ കരിയറിൽ എവിടെയും എത്തിയില്ല. ക്രിസ് ലാങ്കൻ ഓരോരോ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കായിരുന്നു. ക്രിസ് ലാങ്കൻ ഒരു പ്ലംബറായിട്ട് വർക്ക് ചെയ്തു, ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്തു, കാർപ്പൻ്ററായിട്ട് വർക്ക് ചെയ്തു, നൈറ്റ് ക്ലബ് ബൗൺസറായിട്ട് വർക്ക് ചെയ്തു. ഇതൊന്നും ഒരിക്കലും മോശം തൊഴിലുകളല്ല. പക്ഷേ ഇതൊന്നും നെസസറിലി കരിയർ സക്സസ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന പ്രൊഫഷൻസും അല്ല. ക്രിസ് ലാങ്കനെ ആരും അറിയാതെ പോയി. 1932 ലൂയിസ് ടെർമൻ എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് 25,000 സ്റ്റുഡൻസിനെ സ്റ്റഡി ചെയ്തു. എന്നിട്ട് അതിൽ ഏറ്റവും ബുദ്ധിയുള്ള 1000 സ്റ്റുഡൻസിനെ മാറ്റി നിർത്തി അവരെ ലൈഫ് ലോങ് ട്രാക്ക് ചെയ്തു. ഇദ്ദേഹം വിചാരിച്ചു, ലൂയിസ് ടെർമൻ എന്ന് പറഞ്ഞ ഈ സൈക്കോളജിസ്റ്റ് വിചാരിച്ചു, ഈ 1000 സ്റ്റുഡൻസ്, ഏറ്റവും ബുദ്ധിയുള്ള ഈ 1000 സ്റ്റുഡൻസ് ലൈഫിൽ ഏറ്റവും വലിയ നിലയിലെത്തും എന്ന്. പക്ഷേ ഹി വാസ് റോങ്. ഏറ്റവും ബുദ്ധിയുള്ള 1000 സ്റ്റുഡൻസും ബാക്കി 24,000 സ്റ്റുഡൻസും തമ്മിൽ അവരുടെ കരിയർ സക്സസ്സിൽ ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. രണ്ട് ഗ്രൂപ്പിലും ചിലർ സക്സസ്ഫുൾ ആയി, ചിലർ സക്സസ്ഫുൾ ആയില്ല. ദ പോയിന്റ് ഇസ്, നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ, നിങ്ങളുടെ കരിയറിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ബുദ്ധി നിങ്ങൾ വിചാരിക്കുന്ന അത്ര മാറ്റർ ചെയ്യുന്നില്ല. നിങ്ങളുടെ IQ 120-ന് മുകളിലാണെങ്കിൽ പിന്നെ IQ-വും കരിയർ സക്സസ്സും തമ്മിൽ ഒരു ബന്ധമില്ല. അതായത് ഒരാളുടെ IQ 100 ആണ്, അയാളെക്കാൾ സക്സസ്ഫുൾ ആയിരിക്കും 110 IQ ഉള്ള ആൾ, അയാളെക്കാൾ സക്സസ്ഫുൾ ആയിരിക്കും 115 IQ ഉള്ള ആൾ, അയാളെക്കാൾ സക്സസ്ഫുൾ ആയിരിക്കും 120 IQ ഉള്ള ആൾ. പക്ഷേ 120-ൻ്റെ മേളിൽ ഇത് മാറ്റർ ചെയ്യുന്നില്ല. അതായത് ഒരു അബോവ് ആവറേജ് ഇൻ്റലിജൻസ് മതി നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ. അബോവ് ആവറേജ് ഇൻ്റലിജൻസിനെക്കാൾ ബുദ്ധി കൂടിയിട്ട്, അതായത് നിങ്ങളൊരു ജീനിയസ് ആയിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല ലൈഫിൽ. ഇതുകൊണ്ട് തന്നെ പല നോബൽ പ്രൈസ് വിന്നേഴ്സ്, നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള പലരെ എടുത്ത് നോക്കിയാൽ അവരുടെ എല്ലാ IQ 120-നടുത്താണ്. 120, 125, 130. ആരും 170, 180, 200 IQ ഉള്ള ആൾക്കാരൊന്നും അല്ല. അതുകൊണ്ട് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒരു ബുദ്ധിമാനോ ഒരു ജീനിയസോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഒരു അബോവ് ആവറേജ് ഇൻ്റലിജൻസ് ഉണ്ടായാൽ മതി. അപ്പം ബുദ്ധി ആവശ്യമാണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു അബോവ് ആവറേജ് ബുദ്ധി മതി ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ. ഒരു പാഷൻ ആവശ്യമാണോ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ? നിങ്ങളുടെ ഏജിൽ എനിക്കൊരു ക്ലിയർ പാഷൻ ഇല്ലായിരുന്നു. നിങ്ങളുടെ ഏജിൽ പലർക്കും ഒരു ക്ലിയർ പാഷൻ ഉണ്ടാവില്ല. ചിലർക്കുണ്ടായിരിക്കും, ആൻഡ് അവരത് അച്ചീവ് ചെയ്യുകയും ചെയ്യും, വിച്ച് ഇസ് വെരി ഗുഡ്, നോ പ്രോബ്ലം അറ്റ് ഓൾ. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ക്ലിയർ പാഷൻ ഉണ്ട്, നിങ്ങളത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു ക്ലിയർ പാഷൻ ഉണ്ടായിരിക്കില്ല. ആൻഡ് അത് അവർക്കൊരു വിഷമമായിരിക്കും, അയ്യോ എനിക്കൊരു പാഷൻ ഇല്ലല്ലോ, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ ഈ പ്രായത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന്. ലെറ്റ് മീ ടെൽ യു, ദാറ്റ് ഈസ് ടോട്ടലി ഓക്കെ. ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ. നിങ്ങൾ ഒരുപാട് സക്സസ്ഫുൾ ആൾക്കാരെ എടുത്തു നോക്കിയാൽ അവർക്കൊന്നും ചെറുപ്പകാലത്തിൽ ഒരു പാഷൻ ഇല്ലായിരുന്നു. അവർ ഓവർ ടൈമാണ് അവരുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കിയത്. ഫോർ എക്സാമ്പിൾ സ്റ്റീവ് ജോബ്സിനെ എടുത്തു നോക്ക്. സ്റ്റീവ് ജോബ്സിന് ചെറുപ്പത്തിലെ എനിക്ക് ഐഫോൺ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. സ്റ്റീവ് ജോബ്സ് ഒരു 100 ജോലി ചെയ്തിട്ടാണ് അവസാനം മനസ്സിലായത് പുള്ളിയുടെ താല്പര്യം ഇതിലാണെന്ന്. സോ നിങ്ങൾക്കൊരു പാഷൻ ഇല്ലെങ്കിൽ അതും ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഓരോ ഫീൽഡ്സിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൊടുത്തു നോക്കുക. ഏതെങ്കിലും ഒരു ജോലിയിൽ, ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ഇത്തിരി താല്പര്യം തോന്നുകയാണെങ്കിൽ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുക.
അങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട്സ് കിട്ടും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പാഷനായിട്ട് മാറും. സോ ഒരു പ്രീ എക്സിസ്റ്റിംഗ് പാഷൻ വേണ്ട ആവശ്യമില്ല ലൈഫിൽ. നിങ്ങൾക്ക് ഓൾറെഡി ഒരു പാഷൻ ഉണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. വഴിയെ നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കാം. സക്സസ്ഫുൾ ആയിട്ടുള്ള പലരും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ ബുദ്ധി, ഒരു അബവ് ആവറേജ് ഇൻ്റലിജൻസ് മതി ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ. ഒരു കരിയറിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവാൻ ഏറ്റവും കൂടുതൽ ആവശ്യം, നോ സർപ്രൈസസ്, ഇസ് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ സക്സസ് അച്ചീവ് ചെയ്യുന്നത് കരിയറിൽ. ടെഡ് വില്യംസ് എന്ന് പറയുന്നത് ഒരു ബേസ്ബോൾ പ്ലെയർ ആയിരുന്നു. 1940 to 1960 അമേരിക്കയ്ക്ക് വേണ്ടി കളിച്ചൊരു ബേസ്ബോൾ പ്ലെയർ ആയിരുന്നു. കുട്ടിക്കാലം തൊട്ടേ ടെഡ് വില്യംസിന് ബേസ്ബോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂൾ കഴിഞ്ഞ ഉടനെ അയാൾ ഗ്രൗണ്ടിൽ പോയിട്ട് ബോൾ അടിച്ച് പഠിക്കും. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ഡിന്നർ കഴിച്ചിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യും. രാവിലെ സ്കൂളിൽ നേരത്തെ പോയി ഗ്രൗണ്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. MIT കോളേജിൽ സ്പെഷ്യലായിട്ട് ബേസ്ബോളിൻ്റെ സയൻസ് പഠിക്കാൻ പോയി. എന്ന് രാത്രി സ്വന്തം ബാറ്റ് ആൽക്കഹോൾ ഇട്ട് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കുമായിരുന്നു. ഹീ വാസ് ഒബ്സസ്ഡ് വിത്ത് ബേസ്ബോൾ ആൻഡ് അത്രയ്ക്ക് ഹാർഡ് വർക്ക് കിട്ടും. അത്രയ്ക്ക് ഹാർഡ് വർക്ക് കിട്ടും ബേസ്ബോളിലോട്ട്. ആൻഡ് ഡിഡ് ഇറ്റ് പേ ഓഫ്? യെസ്. ടെഡ് വില്യംസ് ഇസ് കൺസിഡേർഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബേസ്ബോൾ പ്ലെയേഴ്സ് ഓഫ് ഓൾ ടൈം. അതായത് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് അദ്ദേഹത്തെ സക്സസ്സിൽ കൊണ്ടെത്തിച്ചു. സോ ദ കേസ് ഇൻ പോയിന്റ്, ഐൻസ്റ്റൈൻ ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ ടെഡ് വില്യംസ് ആയാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ നിലയിലെത്തിയത്. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഐൻസ്റ്റൈനെയും ടെഡ് വില്യംസിനെയും പോലെ പണിയെടുക്കണമെന്നാണോ? അത്രയും ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണോ? അല്ല. നിങ്ങൾ ഐൻസ്റ്റൈൻ്റെ അത്രയും പണിയെടുക്കുകയും ചെയ്യരുത്, നിങ്ങൾ ടെഡ് വില്യംസിൻ്റെ അത്രയും പണിയെടുക്കുകയും ചെയ്യരുത്. ഐൻസ്റ്റൈൻ്റെ വർക്കിൽ എക്സൽ ചെയ്തു. പക്ഷേ ഐൻസ്റ്റൈൻ്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയോ? ഐൻസ്റ്റൈൻ മുഴുവൻ സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ഐൻസ്റ്റൈൻ്റെ ഭാര്യയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല, മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. ഭാര്യയെ കൊണ്ട് ഐൻസ്റ്റൈൻ ഒരു കോൺട്രാക്റ്റ് എഴുതിപ്പിച്ചു, എന്നോട് ഇനി സംസാരിക്കില്ലെന്ന്. എന്നിട്ട് എഴുതി ഒപ്പിടിപ്പിച്ചു. ഇവൻച്വലി ഡിവോഴ്സായി. മക്കളെ ഐൻസ്റ്റൈൻ കാണാറില്ലാതെയായി. ഞാൻ ടെഡ് വില്യംസ് എന്ന് പറഞ്ഞൊരു ബേസ്ബോൾ പ്ലെയറിനെ പറ്റി പറഞ്ഞില്ലേ, പുള്ളിയുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയായിരുന്നു? ഐൻസ്റ്റൈൻ്റെ പോലെ തന്നെയായിരുന്നു. ഭാര്യയുമായിട്ട് വളരെ മോശം റിലേഷൻഷിപ്പായിരുന്നു. ഫുൾ ടൈം വർക്കിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. 3 തവണ ഡിവോഴ്സ് ചെയ്തു. ഒരു ഹൊറബിൾ ഫാദറായിരുന്നു. ഒരുപാട് ഗ്രേറ്റ് ആൾക്കാർ ഇത് തന്നെയാണ് പറയുന്നത്. ബോബി ഫിഷർ, ലെജൻഡറി ചെസ് പ്ലെയർ, അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കുറച്ച് ചെസ്സ് കളിച്ചിട്ട് കൂടുതൽ സമയം എൻ്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന്. മൊസാർട്ടിനെ നമുക്കെല്ലാം അറിയാം, ലെജൻഡറി കമ്പോസർ. അദ്ദേഹം സോ ഒബ്സസ്ഡ് വിത്ത് വർക്ക് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അപ്പുറത്തെ മുറി ഇരുന്ന് പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ദ പോയിന്റ് ഇസ്, ഹാർഡ് വർക്ക് ചെയ്യണം, പക്ഷെ ഓവർ ഹാർഡ് വർക്ക് ചെയ്യരുത്. അമിതമായി ഹാർഡ് വർക്ക് ചെയ്താൽ ദ ഹോൾ തിങ് ബിക്കംസ് കൗണ്ടർ പ്രൊഡക്റ്റീവ് വൺസ് അഗൈൻ. നമുക്ക് 2 രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് സമയമെടുത്ത് ഹാർഡ് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് സമയം നല്ല മെൻ്റൽ സ്ട്രെയിൻ എടുത്ത് ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യാം. ടെഡ് വില്യംസിനും ഐൻസ്റ്റൈനും ബോബി ഫിഷറിനും മൊസാർട്ടിനും ഒക്കെ പറ്റിയ ഒരേ തെറ്റാണ്. അവർ കുറേ സമയം ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. കുറേ സമയം ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അവർ ഒബ്സസ്ഡ് ആയി അവരുടെ വർക്കിനെ വെച്ച്. എന്നിട്ട് അവർക്ക് ബാക്കിയുള്ള ബേസിക് കാര്യങ്ങൾക്ക് ഒരു സമയം ഇല്ലാണ്ടായി. ഫാമിലിക്ക് വേണ്ടി, ഫ്രണ്ട്സിന് വേണ്ടി, റിലേഷൻഷിപ്സിന് വേണ്ടി. ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഹാർഡ് വർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നമ്മൾ ആ ഹാർഡ് വർക്കിനെ പറ്റി ക്ലെവറായിരിക്കണം. ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു ടൈം സ്ലോട്ട് വെക്കണം. ഒരു 3 മണിക്കൂർ ഡെയിലി ഹാർഡ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ ഡെയിലി ഹാർഡ് വർക്ക് ചെയ്യും. എന്നിട്ട് ആ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയം നമ്മൾ നല്ല മെൻ്റൽ സ്ട്രെയിൻ ഇടണം. ചെയ്യുന്ന വർക്കിൽ മാക്സിമം ഫോക്കസ് ചെയ്യണം. കൂടുതൽ ഡിഫിക്കൾട്ട് പ്രോബ്ലം സോൾവ് ചെയ്യണം. ഡൗട്ട്സ് ക്ലിയർ ചെയ്യണം. അതേ മെറ്റീരിയലിനെ പറ്റി കൂടുതൽ ബുക്സ് വായിക്കണം. ഇതിനെയാണ് നമ്മൾ ഡെലിബറേറ്റ് പ്രാക്ടീസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നവരാണ് അവരുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ സക്സസ് അച്ചീവ് ചെയ്യുന്നത്.